ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂറിക് ആസിഡ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഹെൽത്തി ഡ്രിങ്കാണ്. ഇത് യൂറിക് ആസിഡ് ഉള്ളവർ മാത്രമല്ല വേറെ ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു ഡ്രിങ്കിനുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ കാണുക. അപ്പോൾ കഴിഞ്ഞ ദിവസം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ യൂറിക് ആസിഡ് ലെവൽ 7 ആണ്. ഫീമെയിൽസിന് അത് കൂടുതലാണ്. എനിക്ക് പ്രത്യേകിച്ച് ജോയിൻറ്റ് പെയിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. എങ്കിൽ തന്നെയും നമ്മൾ ഈ ഒരു യൂറിക് ആസിഡിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു റെമഡിയാണ്, ഡ്രിങ്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് ബെനിഫിറ്റ്സും നോക്കാം കേട്ടോ. ഇത് നല്ല ഒരു എനർജി ബൂസ്റ്ററാണ്. അതേപോലെ തന്നെ എല്ലുകളുടെ ആരോഗ്യത്തിന് ഒക്കെ നല്ലതാണ് കേട്ടോ. സന്ധികളുടെ വേദന ഒക്കെ മാറ്റാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ പൈനാപ്പിളാണ് നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ കപ്പ് പൈനാപ്പിൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഒരു ചെറിയ കഷ്ണം പഴം നമ്മളിവിടെ അരിഞ്ഞു വയ്ക്കുന്നുണ്ട് കേട്ടോ. അത് ഞാനിവിടെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഏത്തപ്പഴമായിരുന്നു ഉണ്ടായിരുന്നത്, അതാണ് വെച്ചിരുന്നത്. നമുക്ക് റോബസ്റ്റയോ അല്ലെങ്കിൽ ചെറുപഴമോ ഒക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ വേണ്ടത് ഒരു ഗ്ലാസ് തേങ്ങാപ്പാലാണ്. അപ്പോൾ നമ്മളിത് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഡ്രിങ്കിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സ് നോക്കാം. യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ട് നല്ലൊരു ജ്യൂസാണ്. നമ്മുടെ സന്ധികളിലുണ്ടാകുന്ന വേദന, ജോയിൻറ്റിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ഇതൊക്കെ കുറയ്ക്കാനായിട്ട് ഈ ഒരു ഡ്രിങ്ക് കഴിക്കുന്നത് വഴി സാധിക്കും. എല്ലുകളുടെ ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ്. മാംഗനീസ് പൈനാപ്പിളിൽ ധാരാളം ഉണ്ട്. അതേപോലെ തന്നെ കാൽസ്യവും ഉയർന്ന അളവിൽ പൊട്ടാസ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. സോഡിയം എന്നാൽ കുറവുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് BP ഉള്ള ആൾക്കാർക്കും ഇത് കഴിക്കാനായിട്ട് പറ്റുന്നതാണ്. ഫാറ്റും അതേപോലെ കൊളസ്ട്രോളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വണ്ണം കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അടുത്തതായിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ആദ്യം പൈനാപ്പിൾ അരിഞ്ഞതും നമ്മുടെ പഴം അരിഞ്ഞതും ആവശ്യത്തിന് തേങ്ങാപ്പാൽ, ഒരു അര ഗ്ലാസ് പാലൊക്കെ ഇപ്പോൾ ഒഴിച്ചാൽ മതി. ബാക്കി പാൽ ഇത് അടിച്ചതിന് ശേഷം ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ പ്രത്യേകമായിട്ട് മധുരം ഒന്നും ചേർക്കുന്നില്ല. കാരണം പൈനാപ്പിളിനൊക്കെ നല്ല അത്യാവശ്യം മധുരമുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ആവശ്യമില്ല. അത് ഓരോരുത്തരും നോക്കിയിട്ട് ചെയ്താൽ മതി. നമ്മൾ ജ്യൂസ് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് ബാക്കി പാൽ കൂടി ചേർത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് സർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇത് വേനൽക്കാലത്ത് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് കഴിഞ്ഞ് കളിയൊക്കെ കഴിഞ്ഞ് ആകെ ഓടിക്കളിച്ച് ക്ഷീണിച്ച് വരികയായിരിക്കും. അതിനുശേഷം പിന്നെ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഉന്മേഷവും ഉണ്ടാവില്ല, തളർച്ചയായിരിക്കും. മുതിർന്നവർക്കാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ് ഈ ഒരു പൈനാപ്പിൾ ജ്യൂസ്. അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട് കേട്ടോ ഇതിന്. തളർച്ചയും ക്ഷീണവും ഒക്കെ മിനിറ്റുകൾ കൊണ്ട് തന്നെ പമ്പ കടക്കുന്നതാണ്. നല്ല എനർജി ബൂസ്റ്റിംഗ് ഡ്രിങ്കാണിത്. അപ്പോൾ ഈ ഒരു ഡ്രിങ്കിൻ്റെ മറ്റു ഗുണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. ഈ പൈനാപ്പിൾ നമ്മൾ ഇതേപോലെ ജ്യൂസ് അടിച്ചോ അല്ലെങ്കിൽ വെറുതെയോ ഒക്കെ കഴിക്കുന്നത് മൂലം ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തുണ്ട്. എന്ന് വെച്ചാൽ അമിതമായിട്ടല്ല കേട്ടോ, മിതമായ അളവിൽ നമ്മൾ ഡെയിലി കഴിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് ഒരുപാട് ചർമ്മരോഗങ്ങളൊക്കെ പിടിപെടുന്നവരുണ്ട്. സ്ഥിരമായിട്ട് വേനൽക്കാലം വരുമ്പോൾ ഓരോ പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ അത്തരക്കാർ പൈനാപ്പിൾ ജ്യൂസ് ഒന്ന് ഇത്തവണ ഒന്ന് കഴിച്ചു നോക്കുക. ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ തടയാം. നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. അതായത് രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിക്കുന്നതാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ. അതേപോലെ ഫൈബർ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ പൈൽസ് പോലുള്ള പ്രശ്നങ്ങൾ, ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഗ്യാസ് എന്നിവ ഉള്ളവർ പൈനാപ്പിൾ ജ്യൂസ് കഴിക്കുക അല്ലെങ്കിൽ പൈനാപ്പിൾ വെറുതെ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രശ്നങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമുക്ക് മാറിക്കിട്ടുന്നതാണ്. നമ്മൾ പലരും വിഷമിക്കുന്നൊരു കാര്യമാണ് കാഴ്ചക്കുറവ്. കണ്ണട വെക്കാനാണെങ്കിൽ ഒട്ടും താല്പര്യവുമില്ല. അപ്പോൾ കാഴ്ചക്കുറവ് പരിഹരിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഡ്രിങ്കാണ് പൈനാപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാഴ്ച കുറയുന്ന അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മുൻകരുതൽ എന്നോണം പൈനാപ്പിൾ കഴിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.